ഹായ് ഫ്രണ്ട്സ്, ഹലോ. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ച് ആൾക്ക് മുന്നേ വന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനാ കാശി? കാശി എന്ത് പറ്റി? ആരിത് പൊടി വീണാ? കണ്ണി പൊടി വീണ് വെച്ചില്ല. കഴിവ് ഞാൻ വ്ളോഗ് ചെയ്യാൻ തിരക്കില്ല. ഹായ്, ചുമ്മാ വന്നതാണ്. ഒരു 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫാമിനകത്ത് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ചെയ്തത് അതായിരുന്നു. വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മിക്കവാറും കണ്ടു കാണത്തില്ല പലരും. സബ്സ്ക്രൈബേഴ്സ് കുറവ് കൂടെ ആയതുകൊണ്ട് കണ്ടു കാണത്തില്ല. ഈ വീഡിയോ കാണുന്നവർ അതും കൂടെ നോക്കണം. എൻ്റെ പേജിൽ കിടപ്പുണ്ട്. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, താമസിക്കുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ ആണ്. ഫാമിൻ്റെ ഇതാണ്. ഇതൊരു ഫാം. 2, 3, 4 മൊത്തം 4 ഫാമാണ്. ബ്രോയിലർ ഫാം. ഈ ഒരു ഷെഡിൽ തന്നെ ഈ ആദ്യത്തെ ഈ കാണുന്ന ഷെഡും ആ കാണുന്ന ഷെഡിലും ഫസ്റ്റ് 2 ഷെഡിലും ഏകദേശം ഒരു ഷെഡിൽ 28,500 കോഴികളും ആ 3rd, 4th അതിൽ ഏകദേശം 32,000 സംതിങ് കോഴികളും കപ്പാസിറ്റിയുള്ള ഷെഡുകളാണ്. ഇത് ആഫ്രിക്കയാണ്, കെന്യ സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഒട്ടുമിക്ക ഏരിയകളും. ഇപ്പോൾ സമയം ഏകദേശം 6:15 കഴിഞ്ഞ്. പക്ഷേ നല്ല വെട്ടമുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയം നോക്കിയപ്പോഴും ഇരുട്ടും. പക്ഷെ ഇവിടെ നല്ല വെട്ടമായിരിക്കും. ഇത് കാണുന്നത് സൈലോയാണ്. ഉണ്ടോ? ഈ കാണുന്ന സൈലോ. ഇതിനകത്താണ് ഫീഡ് ഇടുന്ന കോഴിയുടെ. ഇതിൽ ഫീഡ് നിറച്ച് വെക്കും നമ്മൾ, സ്റ്റോക്ക് ചെയ്ത്. എന്നിട്ട് ആവശ്യമുള്ള ഫീഡ് അതിൽ പൈപ്പ് വഴി അകത്തോട്ട് പോയി ഓരോ ലൈനിലും ഇന്നലെ ആ ചെയ്ത വീഡിയോയിൽ കാണിച്ച് ഓരോ ലൈനിലും ഫീഡ് പോയിക്കൊണ്ടിരിക്കും കോഴിക്ക് ആവശ്യമുള്ള ഫീഡ്. ഈ കാണുന്നതാണ് ഈ സൈലൊക്കകത്ത് ഇടുന്ന ഫീഡ് ഇടുന്ന മെഷീനാണത്. കണ്ടോ? ഇതാണ് സൈലൊക്കകത്ത് ഫീഡ് ഇടുന്നത്. ഈ ഫീഡിനകത്തൂടെ ഫീഡ് ഇടുമ്പോഴത്തേക്ക് ആ പൈപ്പ് വഴി പോയി മുകളിൽ ചെന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കണക്ട് ചെയ്താൽ അങ്ങോട്ട് ഫീഡ് നിറയും ഇങ്ങനെ അകത്ത്. അതിനുപയോഗിക്കുന്ന മെഷീനാണിത്. ഇപ്പോൾ 2 ഷെഡിൽ അങ്ങറ്റം കാണുന്ന 4ാമത്തെ ഷെഡിലും ആദ്യം കാണുന്ന ഈ ഷെഡിലും കോഴികളുണ്ട്. 2 ബാച്ചുകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തത് ഇതിൽ വരും, പിന്നെ ഇതിൽ വരും. കാശിയേ ഇന്ന് വാ. പിന്നെ ഫുൾ അകത്ത് ഇവ നമ്മൾ പുറത്തുനിന്നൊരു വണ്ടിയൊക്കെ വരുമ്പോൾ എല്ലാ വണ്ടികളും സ്പ്രേ ചെയ്യും. അതായത് നന്നായിട്ട് സ്പ്രേയും ചെയ്യില്ല, നല്ല ഇതായിട്ടൊക്കെ നോക്കുന്നത്. പിന്നെ ഫുള്ള് ഈ ഷെഡിൻ്റെ എല്ലാ സറൗണ്ടിങ്സും മൊത്തത്തിൽ നമ്മൾ ഡിസിൻഫെക്ഷൻ. കം ഓൺ ഗൈസ്, ജംപ്. ഒന്നാമത് ആഫ്രിക്ക. വാ കാശി വാ. പറ ഗൈസ്, നോക്കാൻ പറ. ഓ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ഡോക്ടേഴ്സുമാർ കാണത്തില്ല. അതാണ് പ്രശ്നം. എന്താ വരണ്ട ഏരിയ ആണ് മൊത്തം ഇവിടെയൊക്കെ. ഇങ്ങനെ മഴ പെയ്തത് ആ സാധനം അവിടെ കാണാം. അവിടെ നല്ല രീതിയിൽ വെള്ളം കിട്ടും ആ ഏരിയയിൽ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടും നല്ല. പിന്നെ പാമ്പുണ്ട് കേട്ടോ, താഴെ നോക്കി കിടക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് എപ്പോഴും നടക്കുകയും വരികയൊക്കെ ചെയ്തു. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ, പുറകോട്ട്. എന്നാണ് ഇത്? എന്നെ കാണുന്നില്ലല്ലേ? ഒളിച്ചിരിക്കുന്ന ഉണ്ട്. ഏകദേശം പുറകിലെത്തി നമ്മൾ. ഇതാണ് ആദ്യത്തെ ഷെഡിൻ്റെ ബാക്ക് സൈഡ്. ടാർപ്പ് ഇട്ട്
കെട്ടി വെച്ച് ഇരുന്ന് കാറ്റ് നോത്ത് കയറാതിരിക്കാനാണ്. ഉണ്ട് ഇവിടെയൊക്കെ മഴ പെയ്താൽ വെള്ളം കിട്ടും. അടുത്ത് വീടും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലമാണ്. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതെ, നല്ല കാറ്റ്. കാലാവസ്ഥ നല്ല കാലാവസ്ഥ ഇവിടുത്തെ. തണുത്ത കാലാവസ്ഥ. രാത്രി ഉച്ചയ്ക്ക് ആകുമ്പോൾ ഭയങ്കര, പക്ഷെ ഉച്ചയ്ക്ക് നല്ല ചൂടായിരിക്കും. ഉച്ചയ്ക്ക് ഇപ്പം ഇച്ചിരി ചൂടാണ്, അല്ലാത്തപ്പം തണുപ്പ, അത്ര ചൂട് കാണത്തില്ല. വീഡിയോ കാശി. ഓക്കെ ഫ്രണ്ട്സ്, എന്നാൽ പിന്നെ കാണാം. ഇനി അടുത്ത ഒരു ദിവസം വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ. ടാറ്റ റെഡി കാശി, ടാറ്റ പറ, ടാറ്റ പറ കാശി. ഡാ വാ, ആനെ പിടിച്ചോ. ബൈ.